മഴതോരും മുൻപേയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 24 വർഷങ്ങൾക്ക് മുൻപത്തെ രഹസ്യങ്ങൾ ഓരോന്നോരോന്നായി വൈജിയെ അറിയിക്കുന്ന ബബിതയെ തടയുകയാണ് ശിവശങ്കരനും ഗംഗാധരനും. സത്യങ്ങളെല്ലാം വൈജയന്തി അറിഞ്ഞാൽ ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗവും വൈജയന്തിക്കുണ്ടാവില്ല. ഗംഗാധരന്റെ സംസാരം കേട്ട് ബബിത ആകെ പേടിച്ചിരിക്കുന്നു. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ജ്വല്ലറി ഷോപ്പിൽ തന്റെ ക്യാബിൽ ഇരിക്കുകയായിരുന്നു ബാലചന്ദ്രൻ. മേശപ്പുറത്തെ ക്ലോസ്ഡ് സർക്യൂട്ട് ടിവിയിൽ ഷോപ്പിനുള്ളിലെ വിവിധ ദൃശ്യങ്ങൾ കാണാമായിരുന്നു. അലസമായി അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കെ ഒരു ചിത്രം ശ്രദ്ധയാകർഷിച്ചു. വാതിൽ കടന്ന് കടയ്ക്കുള്ളിലേക്ക് വരുന്ന ശിവശങ്കരനും ഗംഗാധരനും. സ്വർണം വാങ്ങാൻ എത്തിയതാണോ അതോ വിൽക്കാനോ? ബാലചന്ദ്രൻ കൗതുകത്തോടെ നോക്കിയിരുന്നു. ഗോവർദ്ധനെ സമീപിച്ച് എന്തോ ചോദിക്കുകയാണ് ശിവശങ്കരൻ. ഗംഗാധരൻ കടയ്ക്കുള്ളിൽ അങ്ങിങ്ങ് ചുറ്റിത്തിരിഞ്ഞു നോക്കുന്നു. ബാലചന്ദ്രൻ CCTV ഓഫ് ചെയ്ത് എഴുന്നേറ്റ് ക്യാബിൽ നിന്നും പുറത്തു കടന്നു. അയാൾ ക്യാഷ് കൗണ്ടറിലേക്ക് ചെന്നപ്പോൾ ക്യാബിന് നേർക്ക് വരികയായിരുന്നു ജ്യേഷ്ഠനും അനുജനും. ബാലചന്ദ്രൻ അടുത്തേക്ക് ചെന്നു. ഗുഡ് മോർണിംഗ് മൈ ബ്രദർ ഇൻ ലോസ്. ഇതൊരു സർപ്രൈസ് വിസിറ്റ് ആണല്ലോ. ഐ ആം വെരി ഹാപ്പി ടു മീറ്റ് ബോത്ത് ഓഫ് യു, എസ്പെഷ്യലി റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ മിസ്റ്റർ ഗംഗാധര മേനോൻ. ബാലചന്ദ്രന്റെ ചിരിയിലും വാക്കുകളിലും അല്പം പരിഹാസം പുരണ്ടിട്ടുണ്ടോ എന്ന് ഗംഗാധര മേനോൻ സംശയിച്ചു. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ബാലചന്ദ്രൻ, ഗംഗാധരൻ സ്വതസിദ്ധമായ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ബാലചന്ദ്രൻ, ഗംഗാധരൻ സ്വതസിദ്ധമായ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. ബാലചന്ദ്രൻ അവരെ തന്റെ ക്യാബിലേക്ക് ക്ഷണിച്ചു. മേശപ്പുറത്തെ കസേരകൾ ചൂണ്ടിക്കാട്ടി ഇരിക്കാൻ പറഞ്ഞു. അവർ ഇരുന്നതിന് ശേഷം ബാലചന്ദ്രനും ഇരുന്നു. കുടിക്കാൻ എന്താ വേണ്ടത്? ലെമൺ സോഡ, ടീ, കോഫി? ഒന്നും വേണമെന്നില്ല. എങ്കിൽ ചായ പറയാം. ബാലചന്ദ്രൻ ഗോവർദ്ധനെ വിളിച്ച് 3 ചായ എത്രയും വേഗം കൊടുത്തയക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഗംഗേട്ടൻ എപ്പോ വന്നു? അതോ ഇവിടെ ഉണ്ടായിരുന്നോ? കൊല്ലപ്പള്ളി വിശേഷങ്ങളൊന്നും ഞാൻ ഈയിടെ അന്വേഷിക്കാറില്ല. സോറി, അറിയാൻ വലിയ താല്പര്യവുമില്ല. ഞാൻ ഇന്നലെ വന്നു. ശിവേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? സ്വർണം നോക്കാൻ വന്നതാണെങ്കിൽ നോക്കാം, വിൽക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഗോവർദ്ധനെ ഏൽപ്പിക്കാം. ഞങ്ങൾ അതിനല്ല വന്നത്, ശിവശങ്കരൻ പറഞ്ഞു. അപ്പോൾ ഇതൊരു ബിസിനസ് മീറ്റ് അല്ല, ഫാമിലി മീറ്റാണോ അതോ പേഴ്സണലോ? പുഞ്ചിരി വിടാതെ ബാലചന്ദ്രൻ രണ്ടുപേരെയും മാറി മാറി നോക്കി. തികച്ചും പേഴ്സണൽ, ഗംഗാധരൻ പറഞ്ഞു. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ നീലഗിരിയിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് വന്നത്. ഓക്കെ, ബാലചന്ദ്രൻ പുഞ്ചിരിയോടെ തലയാട്ടി. ഒരിക്കൽ ഞാൻ ഇതുപോലെ ഇവിടെ നിന്ന് നീലഗിരിയിലേക്ക് ഡ്രൈവ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എന്തായിരുന്നോ എന്റെ പ്രോബ്ലം, അതുതന്നെ ആയിരിക്കുമല്ലോ ഇന്നും ഈ വരവിന് പിന്നിൽ. ബാലചന്ദ്ര, നമുക്ക് കുറച്ചുകൂടി പ്രൈവസി കിട്ടുന്ന ഏതെങ്കിലും സ്ഥലമുണ്ടോ? അല്ലെങ്കിൽ കടപ്പാട്ടൂര് പോകാം, നിന്റെ വീട്ടിൽ. എന്റെ വീടോ? അങ്ങനെ ഒരെണ്ണം ഇപ്പോഴില്ല, ബാലചന്ദ്രൻ ആത്മനിന്ദയോടെ പറഞ്ഞു. വീടെന്ന് പറഞ്ഞാൽ അത് ഭിത്തികളും മേൽക്കൂരിയുമുള്ള വെറുമൊരു കെട്ടിടമല്ലല്ലോ ഗംഗേട്ടാ. അവിടെ അച്ഛനുണ്ടാവണം, അമ്മയുണ്ടാവണം, മക്കളുണ്ടാവണം. അവർ തമ്മിൽ സ്നേഹവും ഐക്യവും ഉണ്ടാവണം. പരസ്പരം നന്ദിയും കൂറും വിശ്വസ്തതയും ഉണ്ടാവണം. അയാൾക്ക് വീടിനെ നയിക്കാനുള്ള സ്വാതന്ത്ര്യവും നേതൃസ്ഥാനവും ഉണ്ടാകണം. അതൊന്നുമില്ലാതെ കുറച്ചു മനുഷ്യർ തോന്നിയതുപോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന വീടിന് നരകമെന്ന് പറയും. ഭൂമിയിലെ നമ്പർ 1 നരകം. ഞാനത് എലികൾക്കും പാറ്റകൾക്കും ക്ഷുദ്രജീവികൾക്കും വിട്ടുകൊടുത്തു. ഒരു താക്കോലിട്ട് പൂട്ടി. ഗംഗാധരനും ശിവശങ്കരനും മുഖം തിരിച്ച് പരസ്പരം നോക്കി. നമുക്ക് കുറച്ചുകൂടി പ്രൈവറ്റായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. ഇതൊരു ഓഫീസ് റൂമല്ലേ, ഗംഗാധരൻ പറഞ്ഞു. എനിക്കിവിടെ ഹോട്ടലിൽ ഒരു റൂമുണ്ട്, വേണമെങ്കിൽ അങ്ങോട്ട് പോകാം. എന്നാലും ഇവിടെ ഇരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെയാകുമ്പോൾ എൻ്റെ പെരുമാറ്റത്തിനും വാക്കുകൾക്കും ഒരു ഓഫീസിന് ചേരുന്ന അച്ചടക്കവും മാന്യതയും ഉണ്ടാകും. മറ്റൊരിടത്ത് ഞാനൊരു പക്ഷേ പൊട്ടിത്തെറിച്ചെങ്കിലോ? അങ്ങനെ സംഭവിച്ചാൽ സന്തോഷമേ ഉള്ളൂ. ഞങ്ങളോടുള്ള വൈരാഗ്യം അതോടെ തീരുമെങ്കിൽ. നിങ്ങളോട് എനിക്കെന്ത് വൈരാഗ്യം? ചെലവാകാത്ത ഒരു ചരക്ക് നിങ്ങളുടെ വീട്ടിലിരിപ്പുണ്ടായിരുന്നു. ഞാൻ വന്ന് ചോദിച്ച ഉടനെ നിങ്ങൾ അതെടുത്ത് എനിക്ക് തന്നു. നീ കൊണ്ടുപോയിക്കോ. നിങ്ങൾ മൂട്ടിലെ പൊടിയും തട്ടി കൈയും കഴുകി ഒരു ഭാരം ഇറക്കി വെച്ച പോലെ സന്തോഷിച്ച് നിങ്ങളുടെ പാട്ടിന് പോയി. നിങ്ങളുടെ സ്ഥാനത്ത് മറ്റാരായാലും അതേ ചെയ്യൂ, ബാലചന്ദ്രൻ പരിഹാസത്തോടെ പറഞ്ഞു. മുറിയിൽ വെളിച്ചം കുറവായിരുന്നതിനാൽ വാതിൽ തുറന്ന് അകത്ത് കയറിയ ഉടനെ ബാലചന്ദ്രൻ ലൈറ്റിട്ടു. അയാളുടെ പിന്നാലെ ഗംഗാധരനും ശിവശങ്കരനും കയറി ചെന്നു. ഉള്ള സൗകര്യത്തിലേക്ക് ഇരിക്കാം, ബാലചന്ദ്രൻ പറഞ്ഞു. മുറിയിൽ ഒരു സാധനവും അതിൻ്റെ സ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല.
ഇവിടെ ഇൻകം ടാക്സ് റെയ്ഡ് വല്ലതും നടന്നോ ബാലേന്ദ്ര? ഇതാരാ ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുന്നേ? ഗംഗാധരൻ ആശ്ചര്യത്തിൽ ചോദിച്ചു. ഒറ്റയ്ക്കൊരു മുറിയിൽ താമസിക്കുമ്പോൾ ഇതാണ് സൗകര്യം. കട്ടിലിൽ കിടന്നുകൊണ്ട് കൈയെത്തുന്നിടത്ത് വേണം സകല സാധന സാമഗ്രികളും. എടുക്കാനും വയ്ക്കാനും എളുപ്പമാ, ബാലചന്ദ്രൻ പറഞ്ഞു. കസേരകളിൽ കിടന്ന ന്യൂസ് പേപ്പറുകൾ എടുത്ത് മാറ്റിയിട്ടാണ് ജ്യേഷ്ഠനും അനുജനും ഇരുന്നത്. ഭിത്തിയിൽ തറച്ച ഹാങ്കറിലും കട്ടിൽ ക്രാസുകളിലും മേശപ്പുറത്തും ബാലചന്ദ്രന്റെ വസ്ത്രങ്ങൾ ചിതറിക്കിടന്നു. മേശപ്പുറത്ത് ഒരു വലിയ സൂട്ട്കേസ് തുറന്നു വച്ചിരുന്നു. അതിലും എന്തൊക്കെയോ കുത്തി നിറച്ചിരുന്നു. ബാലചന്ദ്രൻ ജനൽപ്പടിയിലിരുന്ന മിനറൽ വാട്ടറിന്റെ കുപ്പിയെടുത്ത് 2-3 കവിൾ വെള്ളം കുടിച്ചു. നീ ഇങ്ങനെ ഹോട്ടലിൽ താമസിക്കുന്ന വിവരം ഇപ്പൊ പാലായിലുള്ള കച്ചവടക്കാരെല്ലാം അറിഞ്ഞു കാണുമല്ലോ? ഗംഗാധരൻ ചോദിച്ചു. അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഭാര്യയും ഭർത്താവും കലഹിച്ചു പിരിഞ്ഞു എന്ന വിവരവും അറിയാമോ? എന്നോടാരും ചോദിച്ചിട്ടില്ല. ഇതിന് ഒരവസാനം വേണ്ടേ ബാലേന്ദ്ര? വേണമല്ലോ. നിന്റെ ഫാമിലിയുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കാത്ത വിധത്തിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാകുന്നതല്ലേ എല്ലാവർക്കും നല്ലത്. അതിനൊരു സാധ്യതയും കാണുന്നില്ല ഗംഗേട്ടാ. ജയന്തി നിന്നോട് മാപ്പ് ചോദിച്ചാൽ നിനക്ക് അവളോട് ക്ഷമിക്കാൻ പറ്റുമോ? ഗംഗേട്ടാ, അവളെ കൊണ്ട് ക്ഷമ പറയിക്കുന്നത്ര മ്ലേച്ഛമായ ഒരു പ്രവൃത്തി ഈ ലോകത്ത് വേറെ കാണില്ല. വിരോധാഭാസം എന്നൊക്കെ പറയാറില്ലേ? ബാലചന്ദ്ര, ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കാനല്ലേ ഇനി അവൾക്ക് പറ്റൂ? തിരുത്താൻ പറ്റില്ലല്ലോ. അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളും സമ്മതിക്കുന്നു. ബാലചന്ദ്രനും അറിയാമല്ലോ. എനിക്കറിയാമെന്ന് അവൾക്കറിയാമോ? ഇല്ല. പിന്നെങ്ങനെ അവൾ ക്ഷമ ചോദിക്കും? ബാലചന്ദ്രൻ അറിഞ്ഞു എന്ന വിവരം ഞങ്ങൾ അവളോട് വേണ്ട. എനിക്ക് അവളോട് ക്ഷമിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. 1000 തവണ ക്ഷമ പറഞ്ഞാലും പൊറുക്കാൻ കഴിയില്ല. അത്രയ്ക്കൊരു തെറ്റൊന്നും അവൾ ചെയ്തിട്ടില്ല ബാലേന്ദ്ര. 22 കൊല്ലം മുൻപ് നീയാണ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രപ്പോസൽ വെച്ചത്. ജയന്തിക്ക് ഒട്ടും മനസ്സില്ലായിരുന്നു. അച്ഛനും ആങ്ങളമാരും കൂടി ത്രട്ടം ചെയ്തപ്പോൾ അവളങ്ങ് സമ്മതം മൂളിയെന്ന് മാത്രം. മാരേജ് ഫിക്സ് ചെയ്ത ശേഷം അവൾ നിന്നോട് എല്ലാം തുറന്നു പറയണമായിരുന്നോ? കല്യാണം കഴിഞ്ഞ് നിന്റെ മുൻപിൽ സത്യം വെളിപ്പെടുത്തണമായിരുന്നോ? അങ്ങനെ ആര് ചെയ്യും? ലോകത്ത് ഏതൊരു സ്ത്രീയും ചെയ്യുന്നതേ അവളും ചെയ്തിട്ടുള്ളൂ. സ്വന്തം ജീവിതം തകർത്തേക്കാവുന്ന ഒരു സത്യം മറച്ചു വെച്ചു. ആ ഒരു തെറ്റ് ഞാൻ ക്ഷമിക്കുമായിരുന്നു ഗംഗേട്ട. ക്ഷമ പറയുക പോലും വേണ്ട. സ്നേഹത്തിന്റെ ഒരു കണികയെങ്കിലും കഴിഞ്ഞ 22 വർഷത്തിനിടെ അവൾ എനിക്ക് തന്നിരുന്നെങ്കിൽ. അതുമാത്രം പറയരുത് ബാലചന്ദ്ര. സ്നേഹമില്ലാതെ നിങ്ങൾ എങ്ങനെ 22 വർഷം ഒന്നിച്ച് ജീവിച്ചു? എങ്ങനെ നിങ്ങൾക്ക് 3 മക്കളുണ്ടായി? അവൾ ഭാര്യാധർമ്മം നിറവേറ്റി, ഒരു വഴിപാട് പോലെ. നിന്ദാഗർഭമായ സ്വരത്തിൽ ബാലചന്ദ്രൻ പറഞ്ഞു. മേശപ്പുറത്ത് മിച്ചം വന്ന ഉച്ഛിഷ്ടം വാരി നായകൾക്ക് കൊടുക്കുന്നത് പോലൊരു സൗജന്യം. പണ്ട് കൈതക്കൽ മാളിക വീട്ടിൽ ആശ്രിതനായി നിന്നവന്റെ മകനെ കല്യാണം കഴിക്കേണ്ടി വന്ന ഹതഭാഗ്യ എന്ന നിലയിലാണ് അവളെ സ്വയം വിലയിരുത്തിക്കൊണ്ട് നടന്നത്. ആ പുച്ഛവും നിന്ദയും അവജ്ഞയും അവളുടെ പെരുമാറ്റത്തിലും വാക്കുകളിലും എന്നും ഉണ്ടായിരുന്നു. ബാലചന്ദ്ര, ഈ വക പരാതികളൊന്നും കഴിഞ്ഞ 22 വർഷത്തിനിടെ ഒരിക്കൽ പോലും നീ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ? ഗംഗാധര മേനോൻ ചോദിച്ചു. ഗംഗേട്ടാ, ഗർവും ദേഷ്യവും നിന്ദയുമാണ് അവളുടെ സ്ഥായി ഭാവമെന്നും മറ്റൊരു വിധത്തിൽ പെരുമാറാൻ അവൾക്കറിയില്ലെന്നും ഞാൻ കരുതി. പക്ഷേ അവൾക്ക് സ്നേഹിക്കാൻ അറിയാമായിരുന്നുവെന്ന് ഞാൻ വൈകിയാണ് മനസ്സിലാക്കിയത്. അവളൊരു പുരുഷനെ സ്നേഹിച്ചിരുന്നെന്നും ആഗ്രഹിച്ച ജീവിതം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അവൾ മനസ്സിൽ വാരിക്കുട്ടിവെച്ച നിരാശയും പകയും വെറുപ്പും അനുഭവിക്കേണ്ടി വന്നത് ഞാൻ. എന്റെ കൂടെയുള്ള ജീവിതത്തിൽ ഒരിക്കലും അവൾ സന്തുഷ്ടിയായിരുന്നില്ല. ഒരിക്കലും എന്നോട് വിധേയത്വം കാണിച്ചിരുന്നുമില്ല. ധാർഷ്ട്യമായിരുന്നു അവളുടെ മുഖമുദ്ര. ഞങ്ങൾക്കങ്ങനെ തോന്നിയിട്ടില്ല, ശിവശങ്കരൻ പറഞ്ഞു. എനിക്കും തോന്നിയിരുന്നില്ല. സ്ത്രീകൾ പൊതുവെ ഇങ്ങനെയാണെന്ന് ഞാൻ കരുതി. അലീന വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്ത്രീ എന്നാൽ വൈജയന്തിയല്ലെന്ന്. അത്രയും വേണ്ട ഗംഗേട്ടാ, അതിന്റെ 1000-1. സാധാരണഗതിയിൽ ജീവിതത്തിൽ ഇങ്ങനൊരു തെറ്റ് സംഭവിച്ച സ്ത്രീ എന്താ ചെയ്യുക? ഭർത്താവിൽ നിന്ന് സത്യം മറച്ചുവെക്കേണ്ടി വരുന്നല്ലോ എന്നോർത്ത് പശ്ചാത്തപിച്ച് അയാളെ കൂടുതൽ സ്നേഹിക്കുകയും പരിചരിക്കുകയും അയാളോട് നന്ദിയും കൂറും പ്രകടിപ്പിക്കുകയും ചെയ്യും. ജയന്തി അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ 100 വട്ടം ഞാൻ അവളോട് ക്ഷമിച്ചേനെ. ഇനിയും അവൾക്ക് ഒരവസരം കൊടുത്തൂടെ ബാലേന്ദ്ര? ഗംഗാധരൻ ചോദിച്ചു. ഇനി ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചൊരു ജീവിതം സാധ്യമല്ല ഗംഗേട്ട. അവളും സ്റ്റാലിനും തമ്മിലുണ്ടായ ബന്ധം ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞ ശേഷം ഗംഗേട്ടൻ അവളോട് ചോദിച്ചു നോക്ക്. ഇതേ മറുപടി തന്നെ അവളും പറയും. നിന്റെ സ്വന്തം കുടുംബമാണ് ചിതറിപ്പോകുന്നത്. സാരമില്ല, രോഹിത്തും ബബിതയും പ്രായപൂർത്തിയായവരാണ്. അവർ സത്യം മനസ്സിലാക്കി അതുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ഇനി കൃഷ്ണമോൾ മാത്രമേ ഉള്ളൂ. അവൾക്കും ഒരു ദിവസം എല്ലാം മനസ്സിലാകും. ഒന്നിച്ചൊരു വീട്ടിൽ കഴിയേണ്ടവരല്ലേ അവരെല്ലാം. ജയന്തി താമസിക്കുന്ന ഒരു വീട് എന്തായാലും ഉണ്ടാകുമല്ലോ. അവിടെ അവർക്കെല്ലാവർക്കും ഒത്തുകൂടാം. ഗംഗാധരൻ അനുജനെ നോക്കി. ശിവശങ്കരൻ വാ തുറക്കാതെ ഇരിക്കുകയാണ്. ബാലചന്ദ്ര,
ഗംഗാധരൻ കുറെ കൂടി സ്വകാര്യത ധ്വനിപ്പിക്കുന്ന സ്വരത്തിൽ വിളിച്ചു. നിനക്ക് കുറ്റപ്പെടുത്തണമെങ്കിൽ അത് ജയന്തിയോട് നേരിട്ടായിക്കൂടെ? കോടതിയിൽ വേണോ? പുറത്തറിയുന്നത് നാണക്കേടല്ലേ? ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ജോയിന്റ് സൂട്ട് കൊടുത്ത് പിരിഞ്ഞേക്കണം. എനിക്കങ്ങനെ പിരിഞ്ഞാ പോരാ ഗംഗേട്ടാ. പിരിയുന്നത് വലിയൊരു ആഘോഷമാക്കണം. ബാലചന്ദ്രമേനോൻ കല്യാണം കഴിച്ചത് രഹസ്യമായിട്ടല്ലല്ലോ. നാടും നാട്ടുകാരുമെല്ലാം അറിഞ്ഞോണ്ടല്ലേ. പിരിയുമ്പോഴും അവരറിഞ്ഞോട്ടെ. വേണമെങ്കിൽ സദ്യയും ഏർപ്പാടാക്കാം. ബാലചന്ദ്ര, മലർന്നു കിടന്ന് തുപ്പുന്നത് തുല്യമാണിത്, ഗംഗാധരൻ ഓർമ്മിപ്പിച്ചു. അങ്ങനെ ചെയ്യാൻ നിർബന്ധിതനാകുമ്പം അതിലുമുണ്ട് ഒരു രസം. ഗംഗാട്ടനും ശിവേട്ടനും കൂടെ ഇത്രണം വരെ വന്നതല്ലേ. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഈ കഥയെല്ലാം കോടതിയിൽ പറയുന്ന ദിവസം മീഡിയക്കാരെയും വിളിച്ചിട്ടുണ്ട്. 2 ചാനൽ റിപ്പോർട്ടർമാരും 2 പത്രലേഖകരും. വലിയ സെൻസേഷണൽ സ്റ്റോറിയല്ലേ. അവരും ആഘോഷിക്കട്ടെ. അപ്പോ യാതൊരുവിധ ഒത്തുതീർപ്പിനും നീ തയ്യാറല്ല? ഗംഗേട്ടാ, അതിനുവേണ്ടി സമയം കളയണ്ട. ഗംഗാധരൻ പോകാൻ എഴുന്നേറ്റു. നിനക്ക് നിന്റെ മക്കളുടെ സിമ്പതി പോലും കിട്ടില്ല, ശിവശങ്കരൻ മുറുമുറുത്തു. വേണ്ട, ആരുടെ സഹതാപമോ സ്നേഹമോ കാരുണ്യമോ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ശിവശങ്കരൻ ദേഷ്യത്തിൽ എഴുന്നേറ്റ് പുറത്തു കടന്നു. പിന്നാലെ ഗംഗാധരനും ഇറങ്ങി. വൈജയന്തി ക്ലാസ് കഴിഞ്ഞ് ടീച്ചേഴ്സ് റൂമിൽ ഇരിക്കുമ്പോഴായിരുന്നു ശിവശങ്കരന്റെ ഫോൺ കോൾ. നീലഗിരിയിൽ നിന്ന് ഗംഗാട്ടൻ വന്നിട്ടുണ്ട്. ഇനി അറിയിച്ചില്ലെന്ന ഒരു പരാതി വേണ്ട. ഗംഗേട്ടനോ? വൈജയന്തി ആശ്ചര്യപ്പെട്ടു. എപ്പോ വന്നു? ഇന്നലെ എത്തി. എന്നിട്ട് ഇപ്പോഴാണോ എന്നോട് പറയുന്നേ? ഗംഗേട്ടൻ എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. ഇന്ന് കാലത്ത് പോലും ഒന്ന് വിളിച്ചു പറഞ്ഞില്ലല്ലോ, വൈജയന്തി പരിഭവിച്ചു. നീലഗിരിന്ന് ഇത്രയും ദൂരം കാറോടിച്ചു വന്നതല്ലേ. ആ മനുഷ്യൻ കുറച്ചു സമയം സമാധാനമായി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാ പറയാഞ്ഞത്. ഓ, ഞാനാണല്ലോ ഇപ്പം എല്ലാവർക്കും സമാധാനക്കേട് അല്ലേ? വൈജയ്, എഴുതാപ്പുറം വായിക്കുന്നത് പണ്ടേ നിന്റെ സ്വഭാവമാണല്ലോ. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിനക്ക് കാണണമെന്നുണ്ടെങ്കിൽ പോകുന്നതിന് മുൻപ് വന്ന് കണ്ടുകൊള്ളണം. വല്ലതും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അതും ചെയ്തു കൊള്ളണം. പോയി കഴിഞ്ഞ് എൻ്റെ അടുത്ത് മുഖം വീർപ്പിച്ച് കാട്ടിയിട്ട് ഒരു കാര്യവുമില്ല. ഗംഗേട്ടൻ എന്നാ തിരിച്ചു പോന്നേ? അതറിയില്ല, ഗംഗേട്ടനോട് തന്നെ ചോദിക്കണം. ഞാനങ്ങ് വരുമ്പോ 4:30 മണിയാകും. ആ നേരത്ത് ഗംഗേട്ടൻ എവിടെ ഉണ്ടാവുമോ? രണ്ടുപേരും കൂടി എങ്ങോട്ടെങ്കിലും പോകാൻ പ്ലാനുണ്ടോ? ഞങ്ങൾ ഇവിടെ ഉണ്ടാവും, നീ വന്നാ മതി. ശരി. കോൾ കട്ട് ചെയ്തിട്ട് വൈജയന്തി നെറ്റിയിൽ വിരലൂന്നി ചിന്താധീനിയായിരുന്നു. 3:30 മണിക്ക് വൈജയന്തി കോളേജിൽ വിട്ടിറങ്ങി. മഴ പെയ്യുന്നുണ്ടായിരുന്നു. വൈപ്പർ പ്രവർത്തിപ്പിച്ചിട്ടും റോഡ് ശരിയായി കാണാൻ സാധിക്കുന്നില്ല. അതിനാൽ പതുക്കിയാണ് കാർ ഓടിച്ചത്. കൊല്ലപ്പള്ളിയിൽ എത്തിയപ്പോഴേക്കും മഴയുടെ ശക്തി കുറഞ്ഞു. ശിവശങ്കരൻ സിറ്റൗട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. ഗംഗേട്ടൻ എവിടെ? വൈജയന്തി ചോദിച്ചു. മുകളിലുണ്ട്, ഗസ്റ്റ് റൂമിൽ. ശിവേട്ടൻ എന്താ ഇവിടെ തനിച്ച്? കമലൻ രഞ്ജിനിയും കൂടി പാലായിക്ക് പോയി, ബ്യൂട്ടി പാർലറിൽ. ഹരി വക്കീൽ ഓഫീസിൽ പോയിരിക്കുക. ചുരുക്കത്തിൽ ഞാനും അമ്മയും ഗംഗേട്ടനും മാത്രമേ ഇവിടെയുള്ളൂ. നീ ചെല്ല്. വൈജയന്തി പഴയ മരക്കോണി കയറി മുകളിലെത്തി. ഗംഗാധരൻ ജനാല തുറന്നിട്ട് ചാറ്റലമഴ നോക്കി വെറുതെ നിൽക്കുന്നത് കണ്ടു. നീ വരുന്നത് ഞാൻ കണ്ടു, ഗംഗാധരൻ പറഞ്ഞു. കുശലം പറച്ചിലും ക്ഷേമാന്വേഷണങ്ങളും പെട്ടെന്ന് അവസാനിച്ചു. നിനക്കെന്തോ എന്നോട് ചോദിക്കാനുണ്ടെന്ന് ശിവൻ ഫോൺ ചെയ്തപ്പോ പറഞ്ഞു. അതുകൊണ്ടാ വന്നേ. കൂട്ടത്തിൽ അമ്മയൊന്ന് കാണാനും, ഗംഗാധരൻ പറഞ്ഞു. വൈജയന്തി ദീർഘശ്വാസം എടുത്തു. ഗംഗാധരന്റെ മുഖത്തേക്ക് നോക്കി അല്പനേരം നിന്നു. നീ ഇങ്ങനെ ആളുകളെ തുറച്ചു നോക്കരുത്. വളരെ പെനിട്രേറ്റിംഗ് ആണിത്. കണ്ണിൽ സ്നേഹവും കരുണയുമില്ലാതെ ശത്രുക്കളെ മാത്രമേ നോക്കാവൂ. ഏതാണ്ട് ഇതേ മട്ടിൽ ബാലേട്ടനും പലവട്ടം പരാതി പറഞ്ഞിട്ടുള്ളത് വൈജയന്തി ഓർത്തു. എനിക്കിപ്പോ ശത്രുവാരാണ് മിത്രമാരാണ് ആരാണ് ബന്ധു എന്നൊന്നും അറിയില്ല ഗംഗേട്ട. ആ തിരിച്ചറിവില്ലാത്തതാണ് നിന്റെ കുഴപ്പം വൈജയ്. എന്നെ നേരിടാൻ തന്നെ ഉറച്ചു കരുതിക്കുട്ടി കാത്തു നിൽക്കുകയായിരുന്നു ഗംഗേട്ടൻ. ഞങ്ങൾ പട്ടാളക്കാർ അങ്ങനെയാണ്, മുൻകരുതൽ എപ്പോഴും കാണും, ഗംഗാധരൻ മയമൊന്നുമില്ലാതെ പറഞ്ഞു. ഗംഗേട്ട, എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നീ ചോദിക്കേ. പറയാവുന്ന സത്യമാണെങ്കിൽ പറയും, അല്ലെങ്കിൽ മറച്ചു വയ്ക്കും. അങ്ങനെയും ചെയ്യാറുണ്ട്. ഞാൻ ചോദിച്ചിട്ട് ശിവേട്ടൻ ഒഴിഞ്ഞു മാറിക്കളഞ്ഞു. അതുകൊണ്ടാ ഗംഗേട്ടനോട് ചോദിക്കുന്നത്. വൈജയന്തി ജനാലയ്ക്കടുത്ത് നിന്ന് 2 ചുവട് നീങ്ങി. 24 കൊല്ലം മുൻപ് ഗംഗേട്ടൻ തിരുവനന്തപുരത്ത് രാവുണ്യമ്മാവന്റെ വീട്ടിൽ വെച്ച് എന്നെ ഒരു വെഡ്ഡിംഗ് കാർഡ് കാണിച്ചു. അത് വ്യാജമായിരുന്നോ സത്യമായിരുന്നോ എന്ന് അറിഞ്ഞാൽ മതി. അതറിഞ്ഞിട്ട് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ നീ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉണ്ട്, വൈജയന്തി ശാന്തമായി പ്രതികരിച്ചു. എന്തു മാറ്റം? നീ പോയി സ്റ്റാൻലിയെ കല്യാണം കഴിക്കുമോ? ഇത്ര ക്രൂരമായി എന്നോട് സംസാരിക്കില്ലേ ഗംഗേട്ട. എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു സംഭവമായതുകൊണ്ടാ ഞാൻ ചോദിക്കുന്നേ. വൈജയന്തിയുടെ ഒച്ച വിറച്ചു. ഗംഗാധരൻ അല്പനിമിഷങ്ങൾ മൗനമായി നിന്നു.
എന്നിട്ട് തലയാട്ടി. അതെ, അത് വ്യാജമായിരുന്നു. പനിയുടെ ആദ്യ ലക്ഷണം പോലെ വൈജയന്തിയുടെ ഉടൽ വിറകൊണ്ടു. സ്റ്റാൻലി അപ്പോൾ ഒരാക്സിഡന്റിൽപ്പെട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയായിരുന്നോ? വൈജയന്തി വീണ്ടും അടുത്ത ചോദ്യം ചോദിച്ചു. ഉവ്വെന്ന് വീണ്ടും അയാൾ തലയാട്ടി. വൈജയന്തി കിതച്ചുകൊണ്ട് ചുമരിൽ ഒരു കൈ പിടിച്ചു. കേട്ടത് സ്വയം വിശ്വസിപ്പിക്കാൻ എന്ന പോലെ പതിയെ തലകുലുക്കി. തറവാടിന്റെ അന്തസ്സ് നോക്കേണ്ട ചുമതലയുണ്ടായിരുന്നു നിന്റെ രക്ഷാകർത്താക്കൾക്കും കാരണവന്മാർക്കും ഏട്ടന്മാർക്കും. അന്നത് ശരിയായിരുന്നു, ഗംഗാധരൻ പറഞ്ഞു. വൈജയന്തി ശബ്ദിക്കുന്നില്ല. പക്ഷെ കല്ല് പിളർക്കുന്ന അവളുടെ നോട്ടത്തെ നേരിടാനാവാതെ അയാൾ കപട ദേഷ്യത്തിൽ ഒച്ച വെച്ചു. നീയാണ് സകലത്തിനും കാരണക്കാരി. പ്രേമിക്കാനല്ല നിന്നെ ആഗ്രയിൽ കൊണ്ടുവന്നത്. എന്നോട് നീ സത്യസന്ധത കാണിച്ചില്ല. ഈ തറവാടിന്റെ അന്തസ്സ് പാലിച്ചില്ല. ഒരു കുടുംബം മുഴുവൻ നിന്നിൽ അർപ്പിച്ച വിശ്വാസമാണ് നീ തകർത്ത് കളഞ്ഞത്. അന്ന് ഞങ്ങൾ നിന്നോട് വളരെയധികം ക്ഷമിച്ചു. ഞാനും അച്ഛനും ശിവനുമെല്ലാം നിന്നോട് അങ്ങേയറ്റം ദയ കാണിച്ചു. 24 വർഷത്തിന് ശേഷം അതിന്റെ പേര് നീ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നോ? നീ അന്വേഷണത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണോ? വൈജയന്തി ഒരക്ഷരം പോലും ഉരിയാടിയില്ല. ഗംഗാധരന്റെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റിയതുമില്ല. അന്ന് നീ കാണിച്ച അബദ്ധമാണ് ഇന്ന് നിന്റെ കുടുംബം തകർത്തിട്ടിരിക്കുന്നതെന്ന് നീ ഓർത്തോ? വൈജയന്തി നടുങ്ങിപ്പോയി. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഒരു നിമിഷം ഗംഗാധരനും പതറി. വാക്കുകൾ കൈവിട്ടു പോയോ? എന്ന് വെച്ചാൽ അതിനുശേഷമാണ് നിന്റെ സ്വഭാവം ഇങ്ങനെയായി തീർന്നത്. നെഞ്ചു തൊട്ട് നിനക്ക് സത്യം ചെയ്യാമോ? ബാലചന്ദ്രനെ നീ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന്. കടമ ചെയ്യുന്നുവെന്നല്ലാതെ ആരോടെങ്കിലും നിനക്ക് സ്നേഹമുണ്ടോ? വൈജയന്തി അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നു. പിന്നെ മെല്ലെ പിന്തിരിഞ്ഞു. വാതുക്കൽ വരെ ചെന്നിട്ട് അവൾ തിരിഞ്ഞു ഗംഗാധര മേനോനെ നോക്കി. ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ ഗംഗേട്ട? അവളുടെ ഒച്ച ചിലമ്പി. നെയ്യാറ്റിൻകരയിലെ ഹോസ്പിറ്റലിൽ വെച്ച് ഞാനൊരു പെൺകുഞ്ഞിനെ പ്രസവിച്ചെന്നും അത് മരിച്ചുപോയെന്നും നിങ്ങൾ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അത് സത്യമായിരുന്നോ? ഗംഗാധരൻ ഒരു നിമിഷം പതറി. ഇപ്പോ ഇങ്ങനെയൊരു സംശയം തോന്നാൻ? എനിക്കിനി ആരെയും വിശ്വാസമില്ല ഗംഗേട്ട. വൈജയന്തി നിറഞ്ഞു വന്ന മിഴികൾ കൈലേസുകൊണ്ട് ഒപ്പി. ആ കുഞ്ഞിനെ കൊന്നതാണോ ഗംഗേട്ട? അതോ ഉപേക്ഷിച്ചതാണോ? അവൾ ജീവിച്ചിരിപ്പുണ്ടോ? സ്വയം നെറ്റി തടവിക്കൊണ്ട് ഗംഗാധരൻ വാക്കുകൾക്കായി പരതി. അങ്ങനെ കൃത്യമായി ഉത്തരം പറയാൻ ഞാനന്ന് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നില്ല വൈജയ്. അച്ഛനും രാവുണ്ണിയമ്മാവനും ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ പറഞ്ഞത് മാത്രമേ എനിക്കറിയൂ. ആ കുഞ്ഞു മരിച്ചാണ് ജനിച്ചതെന്ന് രാവുണ്ണിയമ്മാവൻ പറഞ്ഞു. അത് അവിശ്വസിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു കാര്യം നീ മനസ്സിലാക്കുക, ഒരു കുഞ്ഞിനെ കൊന്നു കളയാനും മാത്രം ഹൃദയകാഠിന്യമുള്ളവരല്ല കൈതക്കൽ മാളിക വീട്ടിൽ ജനിച്ചവരാരും. ഗംഗേട്ട, ഈ പറഞ്ഞതൊന്നും ഇനി ഒരിക്കലും മാറ്റി പറയില്ലല്ലോ അല്ലേ? ഗംഗാധരൻ മനഃപൂർവ്വം മൗനം കാത്തു. വൈജയന്തി വാതിൽ കടന്നുപോയി. കേരളത്തിലേക്കാണ് യാത്ര. തനിയെ. ലാലിച്ചൻ എത്രയോ വട്ടം പുനലൂരിൽ പോയി മടങ്ങി വന്നിട്ടുണ്ട്. എല്ലാ പട്ടാളക്കാരും അങ്ങനെ തന്നെ. ചിലപ്പോൾ കൂട്ടുകാരുണ്ടെങ്കിലായി. എന്നാലും ലാലിച്ചൻ പോകാനൊരുങ്ങിയപ്പോൾ മനസ്സിൽ ഒരു ഗ്ലാനി പടർന്നു. വാസ്തവത്തിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. താൻ 8 മാസം ഗർഭിണിയായിരുന്നു എന്നതൊഴിച്ചാൽ. ഒരവധിക്കാലം മുഴുവൻ ലാലിച്ചൻ തന്നോടൊപ്പമായിരുന്നു താമസിച്ചത്, സഞ്ജയ് പ്ലേസിലെ വാടക വീട്ടിൽ. പക്ഷേ അവധിക്ക് നാട്ടിലേക്ക് പോയി എന്നായിരുന്നു ക്യാമ്പിൽ അറിയിച്ചത്. ലാലിച്ചൻ പുനലൂർക്ക് പോകുന്നതിന്റെ തലേ രാത്രി അതൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല. മനസ്സിലെവിടെയോ ഒരു തീക്കനലിരുന്ന് നീറുന്നത് പോലെ തോന്നിയിരുന്നു. അങ്ങനെയെങ്കിൽ യാത്ര മാറ്റിവെക്കാമെന്ന് ലാലിച്ചൻ പറഞ്ഞു. ഒരേ കമ്പിളിപ്പൊതപ്പിന് കീഴിൽ ആലിംഗന ബന്ധരായി കിടക്കുകയാണ്. വലം കൈ കൊണ്ട് തന്റെ വയറിനുമീതെ പതിയെ തടവുന്നുണ്ട്. ലാലിച്ചന് അതൊരു ശീലം പോലെ ആയി തീർന്നിരുന്നു. നിന്റെ ആഗ്രഹപ്രകാരമാണ് ഈ യാത്ര. എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ ഇത് മാറ്റിവയ്ക്കാം. ലാലിച്ചൻ പറഞ്ഞത് സത്യമായിരുന്നു. ഒക്കെ തന്റെ നിർബന്ധമായിരുന്നു. രണ്ടിലൊരാളുടെ മതാചാരപ്രകാരം വിവാഹം നടത്തണം. കഴിയുമെങ്കിൽ വീട്ടുകാരുടെ സമ്മതത്തോടെ സ്റ്റാൻലിയുടെ വീട്ടുകാർ അനുവദിച്ചാൽ പള്ളിയിൽ വെച്ച് നടത്താം. എതിർത്താൽ ആഗ്രയിലെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ച്. അതിനു മുൻപ് 2 വീട്ടുകാരെയും അറിയിക്കണം. അറിയിച്ചിരുന്നെങ്കിൽ നടത്തിത്തരാമായിരുന്നല്ലോ എന്ന് പറയിപ്പിക്കാൻ ഇടവരരുത്. തന്റെ പ്രസവത്തിന് മുൻപ് തന്നെ കല്യാണം നടത്തിയിരിക്കണം. ലാലിച്ചൻ പോയിട്ട് വാ, എനിക്കൊരു കുഴപ്പവുമില്ല. സെർവൻ്റ് ഉണ്ടല്ലോ കൂട്ടിന്. രാത്രി എന്തെല്ലാമോ ദുസ്വപ്നങ്ങൾ കണ്ടു. രാവിലെ ലാലിച്ചൻ തോളത്തൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ച് ഒരുമ്മ തന്നു. പിന്നെ മൃദുവായി ചുണ്ടെത്തും. തന്റെ കണ്ണ് നിറയുന്നത് കണ്ടപ്പോൾ സ്നേഹത്തോടെ ശകാരിച്ചു. ഇത് കണ്ടിട്ട് വേണോ ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ? ഉടൻ കണ്ണു തുടച്ച് പുഞ്ചിരിച്ചു. കൈ വയറിന്മേൽ ചേർത്ത് പിടിച്ചുകൊണ്ട് എത്തിക്കുത്തി കണ്ണിലൊരു ഉമ്മ നൽകി.
ലാലിച്ചന്റെ പൊക്കക്കൂടുതൽ കൊണ്ടുണ്ടാകുന്ന ഏക അസൗകര്യം അതുമാത്രമായിരുന്നു. ടാക്സി വിളിച്ച് മുറ്റത്ത് നിർത്തിയിരുന്നു. അതിൽ കയറിയിരുന്ന് ലാലിച്ചൻ കൈവീശി. അതായിരുന്നു അവസാനത്തെ കാഴ്ച. ഒരാഴ്ചക്കുള്ളിൽ മടങ്ങിയെത്തുമെന്ന് പറഞ്ഞയാളെ 2 ആഴ്ച കഴിഞ്ഞിട്ടും കാണുന്നില്ല. എന്തൊരു വേവലാതിയായിരുന്നു. ഹൗസ് ഓണറുടെ വീട്ടിൽ ഫോണുണ്ട്. അതിരിക്കുന്ന മുറി വാടക വീട്ടിലിരുന്നാൽ കാണാം. നേരം പുലർന്നാൽ അവിടേക്ക് നോക്കിയാണ് ഇരിപ്പ്. ഫോൺ ബെല്ലടിക്കുമ്പോൾ കസേരയിൽ നിന്ന് അറിയാതെ എഴുന്നേൽക്കും. അവിടെ ഒരു പെൺകുട്ടിയുണ്ട്. കൃഷ്ണമോളുടെ പ്രായമായിരുന്നു. തനിക്ക് ഫോണുണ്ടെങ്കിൽ അവൾ മുറ്റത്ത് ചാടി വന്ന് വിളിക്കും, ദീദി ആപ്കെ ലിയെ ഫോൺ. പക്ഷേ 2 ആഴ്ചയായിട്ടും ഫോണൊന്നുമില്ല. ക്ഷീണവും വ്യസനവും കൊണ്ട് ആ കസാലയിലിരുന്ന് ചിലപ്പോൾ മയങ്ങിപ്പോകും. പഴങ്ങൾ നിറച്ച കൂടയുമായി പഴം വിൽപ്പനക്കാരി ഈണത്തിൽ വിളിച്ചു പറഞ്ഞ് തെരുവിലൂടെ പോകുന്നത് സ്വപ്നത്തിൽ എന്ന പോലെ കേൾക്കാം. ലാലിച്ചൻ എവിടെയാണ്? എന്തുകൊണ്ടാണ് വരാൻ വൈകുന്നത്? എന്തുകൊണ്ടാണ് വിളിക്കാത്തത്? എന്തെങ്കിലും ആപത്ത്? ഈശ്വര, ഒരാപത്തും വരുത്തല്ലേ. മനസ്സിൽ ഭീതിയും കണ്ണിൽ ക്ഷീണവുമായി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാർ വന്ന് മുറ്റത്ത് നിൽക്കുന്നു. ആളിക്കത്തിയ പ്രതീക്ഷയോടെ കസേരയിൽ നിന്ന് ബന്ധപ്പെട്ട് എഴുന്നേൽക്കുന്നു. കാറിൽ നിന്നിറങ്ങുന്നത് ഗംഗേട്ടനും ശിവേട്ടനും. അടിമുടി കത്തി കരിയുന്ന പോലൊരു നടുക്കം. പിന്നെയെല്ലാം ഒരുതരം അർദ്ധബോധാവസ്ഥയിലായിരുന്നു. ഗംഗേട്ടനും ശിവേട്ടനും കൂടി എന്തൊക്കെയോ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു. തന്റെ ഉന്തിയ വയർ അവരെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. അച്ഛൻ വന്ന് പറയുന്നു, അവളെ വഴക്കു പറയണ്ട, കൊണ്ടുപോകാം. താൻ പൊട്ടിക്കരയുന്നുണ്ട്. അച്ഛൻ സമാധാനിപ്പിക്കുന്നു. താൻ അച്ഛനോട് കെഞ്ചി പറയുന്നു, ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ നോക്കല്ലേ അച്ഛ, ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. സത്യം, 2 ജീവൻ ഇല്ലാതാക്കരുതേ. നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ സ്റ്റാൻലിയുടെ വീട്ടുകാരുമായി ആലോചിച്ച് കല്യാണം നടത്താം എന്ന് അച്ഛൻ ഉറപ്പു തന്നതിന് ശേഷം മാത്രമേ താൻ ആ വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിയുള്ളൂ. തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്തിനടുത്ത് ഇടപ്പഴഞ്ഞിയിലുള്ള രാവുണ്ണിയമ്മാവന്റെ വീട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. വിവാഹാലോചനക്കായി ഏട്ടന്മാരും അച്ഛനും രാവുണ്ണിയമ്മാവനും കൂടി പുനലൂർക്ക് പോയതും താൻ പ്രതീക്ഷയോടെ കാത്തിരുന്നതും എല്ലാം ഇന്നത്തെ പോലെ ഓർമ്മയിലുണ്ട്. ഒടുവിൽ ലാലിച്ചന്റെ വിവാഹ ക്ഷണക്കത്തുമായി അവർ മടങ്ങി വന്ന ദിവസം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതെല്ലാം നാടകമായിരുന്നുവോ? ഈശ്വര, എന്തൊരു വലിയ ചതിയായിരുന്നു നടന്നത്. ലാലിച്ചന്റെ പേരിൽ വിവാഹ ക്ഷണക്കത്ത് അടിച്ചടിച്ച് തന്നെ തെറ്റിദ്ധരിപ്പിച്ചത് ആരുടെ കുൽസിത ബുദ്ധിയായിരുന്നു? അച്ഛന്റെയോ അമ്മാവന്റെയോ? ലാലിച്ചൻ മരണത്തോട് മല്ലടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഈശ്വരന്മാരെ വിളിച്ച് ആ ജീവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന് പകരം താൻ എന്താ ചെയ്തത്? പ്രസവശേഷം ഡൽഹിയിൽ ഗംഗേട്ടന്റെ ക്വാർട്ടേഴ്സിൽ കിടന്ന് എത്രയോ രാത്രികളിൽ ഉറക്കം വരാതെ പകയോടും വൈരാഗ്യത്തോടും കൂടി ലാലിച്ചനെ ശപിച്ചിട്ടുണ്ട്. ചതിയും വഞ്ചകനുമെന്ന് മനസ്സിൽ മുദ്ര കുത്തി ദ്വേഷിക്കുകയും വെറുക്കുകയും ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റൽ വിട്ടിറങ്ങിയ ഉടൻ ലാലിച്ചൻ തന്നെ തിരുക്കി ആഗ്രയിലും കൊല്ലപ്പള്ളിയിലും ഡൽഹിയിലുമെല്ലാം അലഞ്ഞു നടന്നുവെന്ന് ബബിത പറഞ്ഞത് സത്യമായിരിക്കണം. കൊല്ലപ്പള്ളിയിലെ തറവാട്ടിൽ നിന്ന് ലാലിച്ചനെ അച്ഛനും ശിവേട്ടനും കൂടി അപമാനിച്ച് തിരിച്ചയക്കുന്ന രംഗം വൈജയന്തിയുടെ സങ്കല്പത്തെ തെളിഞ്ഞു. വ്യതിത ഹൃദയനായി തിരികെ പോവുകയാണ് ലാലിച്ചൻ. പ്രാണനെ പോലെ സ്നേഹിച്ച പെണ്ണിനെ കാണാനില്ല. ഉദരത്തിനുള്ളിൽ വെച്ച് താരാട്ടിയ പൈതലുമില്ല. ദൈവമേ, ലാലിച്ചൻ ആ വേദനയെല്ലാം എങ്ങനെ സഹിച്ചു? വൈജയന്തിക്ക് ടെറസിന്റെ പാരപ്പറ്റിൽ തലതല്ലി കരഞ്ഞ് മരിക്കണമെന്ന് തോന്നി. ഒത്തൊരുമിച്ച് ജീവിക്കാൻ എത്രമാത്രം കൊതിച്ചതാണ്. ഇനി എന്നെങ്കിലും ഈ ഭൂമിയിൽ ഒന്നുചേരാൻ ഒരവസരം കിട്ടുമോ? എന്നേക്കുമായി അത് നഷ്ടപ്പെട്ടു പോയല്ലോ. വൈജയന്തി പാരപ്പറ്റിലേക്ക് ശിരസുരുട്ടി ടെറസിലെ ഇരുട്ടത്തിരുന്ന് വീങ്ങിപ്പൊട്ടി. ഇരുളിലൂടെ നീന്തിക്കൊണ്ടിരുന്ന ഒരു മിന്നാമിനിങ്ങ് അവളുടെ മുടിയിൽ വന്നു വീണ് അണഞ്ഞു.